ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭരണഘടനാപരമായി സംരക്ഷണമേകേണ്ടവർ നിയമലംഘനത്തിനും കയ്യേറ്റത്തിനും കുടപിടിക്കുന്നതും കൂട്ടുനിൽക്കുന്നതും നിർഭാഗ്യകരമെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ലേറ്റീവ് കൗൺസിൽ. കളമശ്ശേരി മാർത്തോമ ഭവൻ കയ്യേറ്റകരെ പുറത്താക്കി ഉത്തരവാദികൾക്കെതിരെയുള്ള നിയമ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും ലേറ്റീവ് കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ടു. സംഘടിത ഭീകരവാദം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതിന്റെ മറ്റൊരു പതിപ്പാണ് കളമശ്ശേരിയിൽ അരങ്ങേറിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജീവനും സ്വത്തിനും സംരക്ഷണമേകേണ്ടവർ നിയമലംഘനത്തിന് കുടപിടിക്കുന്നതും കൂട്ടുനിൽക്കുന്നതും നിർഭാഗ്യകരമാണെന്ന് CBCI ലേറ്റീവ് കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ പ്രസ്താവിച്ചു. കളമശ്ശേരി മാർത്തോമ ഭവന കയ്യേറ്റകരെ പുറത്താക്കി ഉത്തരവാദികൾക്കെതിരെയുള്ള നിയമ നടപടികൾ ത്വരിതപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. 1982 മാർത്തോമ സഭ നിയമപരമായി വാങ്ങിയ ഭൂമിയുടെ ഉടമസ്ഥാവകാശം വെല്ലുവിളിച്ചും 2007 ഡിക്രിയും പ്രൊഹിബിറ്ററി ഇഞ്ചക്ഷൻ ഓർഡറും ലംഘിച്ച് അതിക്രമം നടത്തുമ്പോൾ അടിയന്തര ഇടപെടൽ നടത്താതെയുള്ള ആഭ്യന്തര ഭരണ സംവിധാനത്തിന്റെ നിഷ്ക്രിയത്വം സംശയമുളവാക്കുന്നതാണെന്നും ജീവന് പോലും ഭീഷണിയുണ്ടെന്നുള്ള കന്യാസ്ത്രീമാരുടെ വാക്കുകളും കണ്ണുനീരും കാണാതെ പോകാൻ മനസാക്ഷിയുള്ള സമൂഹത്തിനാകുമോ എന്ന ചോദ്യവും CBCI ലേറ്റീവ് കൗൺസിൽ പ്രസ്താവനയിൽ ഉന്നയിച്ചു. കോടതി വ്യവഹാരം നിലനിൽക്കെ ആശ്രമത്തിന്റെ മതിൽ പൊളിക്കുക, CCTV ക്യാമറകൾ നശിപ്പിക്കുക, കുടിവെള്ള പൈപ്പുകൾ പൊട്ടിച്ച് ജലം ലഭ്യമാക്കാതെ ജീവിതം പന്താടുക, അനധികൃതമായി ഭൂമി കയ്യേറി വീടുകൾ സ്ഥാപിക്കുക തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടും നിയമ സംവിധാനങ്ങൾ നോക്കുകുത്തികളാകുന്നത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അത്യന്തം ഗുരുതരമായ നിയമലംഘനം മാത്രമല്ല, മനുഷ്യാവകാശ ദംസനവുമാണിത്. സംഘടിത ഭീകരവാദം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതിന്റെ മറ്റൊരു പതിപ്പാണ് കളമശ്ശേരിയിൽ അരങ്ങേറിയത്. ശക്തമായ നടപടികളുണ്ടായില്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുവാൻ സാധ്യതകളേറെയാണെന്നും CBCI ലേറ്റീവ് കൗൺസിൽ സെക്രട്ടറി ഷെവലിയർ അഡ്വക്കേറ്റ് VC സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. ആഗോളവും ദേശീയവുമായ ഭീകരവാദ അജണ്ടകൾ കേരളത്തിൽ ആസൂത്രിതമായി നടപ്പിലാക്കുവാൻ സാക്ഷര സമൂഹം ആരെയും ഒരിക്കലും അനുവദിക്കരുത്. കളമശ്ശേരിയിലെ സംഭവം ഒരു ചൂണ്ടുപലകയായി കേരളത്തിലെ ക്രൈസ്തവരും കാണണം. ജനങ്ങളെ ഭിന്നിപ്പിച്ചുള്ള വിഷം ചീറ്റലുകൾ ഇത്തരം അനിഷ്ടവും നിയമത്തെ വെല്ലുവിളിക്കുന്നതുമായ സംഭവങ്ങൾക്ക് പരിഹാരമോ മറുപടിയോ അല്ല. വിഭാഗീയതയും വർഗീയതയും കേരളത്തിന്റെ മണ്ണിൽ വളരാൻ അനുവദിക്കരുതെന്നും നീതി നിഷേധങ്ങൾക്കും കടന്നാക്രമണങ്ങൾക്കുമെതിരെ സാക്ഷര സമൂഹത്തിലെ മതേതര മനസ്സുകൾ ഒന്നിക്കണമെന്നും VC സെബാസ്റ്റ്യൻ അഭ്യർത്ഥിച്ചു. ഷെയ്ഖേന ന്യൂസ്, കൊച്ചി.